കേരളത്തിൽ ഭരണമാറ്റം. 64 സീറ്റുകൾ നേടി കോൺഗ്രസ് കരുത്ത് കാട്ടിയപ്പോൾ 22 സീറ്റുകളുമായി മുസ്ലിം ലീഗ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു. പി.ജെ. ജോസഫിന്റെ കേരള കോൺഗ്രസിൽ 8-ൽ 7 സീറ്റും നേടി തിളങ്ങിയപ്പോൾ ജോസ് കെ മാണി വിഭാഗം പാലായിലടക്കം പരാജയപ്പെട്ട് സംപൂജ്യരായി. 9 സീറ്റുകളിലേക്ക് ചുരുങ്ങിയ CPIക്കും ഇത് കനത്ത തിരിച്ചടിയുടെ വർഷമാണ്. പാർട്ടി കോട്ടകളിൽ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രരായി മത്സരിച്ചവർ വൻ വിജയമാണ് നേടിയത്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ, പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ അട്ടിമറി വിജയം നേടുകയും ചെയ്തു. അതേസമയം CPM വിട്ട് UDFിനൊപ്പം ചേർന്ന PK ശശിയും A. സുരേഷും പരാജയപ്പെട്ടത് ശ്രദ്ധേയമായി. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ LDFിനെ പൂർണ്ണമായും ജനങ്ങൾ തുടച്ചു നീക്കി. കാസർകോടും കോഴിക്കോടും ദശാബ്ദങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ആധിപത്യം സ്ഥാപിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇതോടെ അരനൂറ്റാണ്ടുകാലം ഇടതുപക്ഷം കാത്തുസൂക്ഷിച്ച ചെങ്കോട്ടകളെല്ലാം തകർത്തെറിഞ്ഞ കേരളത്തിൽ UDFിന്റെ ഐതിഹാസിക മുന്നേറ്റമായി. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റുകളോടെ UDF അധികാരം പിടിച്ചെടുത്തു. VD സതീശൻ പ്രവചിച്ച സെഞ്ചുറി നേട്ടം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കഴിഞ്ഞ തവണ 99 സീറ്റുകൾ നേടിയ LDF ഇത്തവണ വെറും 35 സീറ്റിലേക്ക് നിലംപൊത്തി. ഭരണവിരുദ്ധ തരംഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരടക്കം 12 മന്ത്രിമാർ പരാജയപ്പെട്ടത് ഇടതുമുന്നണിക്ക് കനത്ത ആഘാതമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് കഷ്ടിച്ച് കടന്നുകൂടിയപ്പോൾ മന്ത്രിസഭയിലെ ഭൂരിഭാഗം പേരും തോറ്റമ്പുന്ന കാഴ്ചയാണ് കണ്ടത്. V. ശിവൻകുട്ടി, P. രാജീവ്, MB രാജേഷ്, വീണ ജോർജ്, VN വാസവൻ, R. ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V. അബ്ദുറഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KB ഗണേഷ് കുമാർ തുടങ്ങിയ പ്രമുഖ മന്ത്രിമാരെല്ലാം പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P. പ്രസാദ്, GR അനിൽ, K. രാജൻ എന്നിവർക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പരാജയപ്പെട്ടവരിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും ഉൾപ്പെടുന്നു. പേരാമ്പ്രയിൽ CPM കൺവീനർ TP രാമകൃഷ്ണനെ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയ വിജയിച്ചത് ചരിത്ര നേട്ടമായി. ലീഗ് ചരിത്രത്തിലാദ്യമായി ഇതോടെ സഭയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ചു. UDF തരംഗത്തിനിടയിലും 3 മണ്ഡലങ്ങളിൽ താമര വിരിയിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ചരിത്രത്തിലാദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും BJP അക്കൗണ്ട് തുറന്നു. ഇതോടെ തുടർ ഭരണത്തിന് വിരാമമായി. കേരളം UDFിന്റെ കൈപ്പിടിയിലായി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.